എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് മഗ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് 1 മിനിറ്റിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. മൈക്രോവേവ് സേഫായിട്ടുള്ള ഒരു കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. മൈദ അളന്നെടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 2.5 മുതൽ 2.25 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയാകാം. അടുത്തതായിട്ട് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് 1 നുള്ള് മാത്രം മതിയാകും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് പാലും ബട്ടറും എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിനടുത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പാല് ചേർത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നന്നായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാനുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മഗ് കേക്കാണിത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടർ എല്ലാ ചേരുവകളുമായിട്ട് ചേർന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് 1 ടീസ്പൂൺ ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത്. ഈ ചോക്ലേറ്റ് ചിപ്സിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടുകയൊക്കെ ആവാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് വയ്ക്കുന്നുണ്ട്. ഇനി ഇത് മൈക്രോവേവ് സെറ്റിങ്സിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ് മൈക്രോവേവിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ പവറിൽ 1 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് IFBയുടെ മൈക്രോവേവ് ഓവനാണ്. അപ്പോൾ ഇതിൽ 1 മിനിറ്റിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഓവനിൽ 1 മിനിറ്റിൽ പെർഫെക്റ്റായിട്ട് അത് ബേക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടി വെച്ചാൽ മതിയാകും. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്